നസറുദ്ദീൻ ഷായെ നിങ്ങളെല്ലാവർക്കും ഒപ്പം ഞങ്ങളും ഇരുന്ന് കേൾക്കുകയായിരുന്നു. ഒരുപാടേറെ കുഞ്ഞുങ്ങളാണ് മുതിർന്നവരെക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്നത്. ഏതാണ്ട് നിങ്ങളുടെയൊക്കെ പ്രായത്തിലാണ്. എനിക്കതുവരെയും പരിചയമില്ലാത്ത, ഉണ്ടോ എന്നുറപ്പ് പോലുമില്ലാത്ത മയ്യഴി എന്ന ദേശത്തേക്ക് ഞാൻ എം മുകുന്ദനെ കാണാൻ വേണ്ടി ആദ്യമായി പോകുന്നത്. ഞങ്ങളുടെ തലമുറ അതിൻ്റെ ഏറ്റവും തലതൊട്ടപ്പനായി കൊണ്ടാടുന്ന ഇന്ന് ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിലേറ്റവും മുതിർന്ന എഴുത്തുകാരനായി കൊണ്ടാടുന്ന പ്രിയപ്പെട്ട എം മുകുന്ദനൊപ്പമാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നതിൻ്റെ സന്തോഷം വ്യക്തിപരമായി എനിക്കുണ്ട്. അത് പങ്കുവെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് തുടങ്ങാം. 20-ാം നൂറ്റാണ്ട് കണ്ട ലോകത്തെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാൾ ജെയിംസ് ജോയ്സ് ആയിരുന്നു. നാം MDയുടെ മഞ്ഞിലൊക്കെ ഉണ്ട് എന്ന് പറയുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധധാര എന്നൊക്കെ പറയുന്ന സാഹിത്യശാഖയൊക്കെ ലോകത്തിന് ഫെമിലിയറാക്കി കൊടുക്കുന്നത് ജെയിംസ് ജോയ്സാണ്. അദ്ദേഹത്തിൻ്റെ നാട് അയർലൻഡാണ്. അയർലൻഡിലെ ഡബ്ലിനാണ്. ജീവിതത്തിലെ ഏറിയ കാലവും അയർലൻഡിന് പുറത്താണ് ജീവിച്ചതെങ്കിലും ജെയിംസ് ജോയ്സിൻ്റെ കഥകളിലെ ദേശം എപ്പോഴും ഡബ്ലിനായിരുന്നു. ഡബ്ലിൻ എന്ന് പറയുന്നത് ഇന്നും അയർലൻഡിൻ്റെ തലസ്ഥാനവും മിഡീവിയൽ കാലഘട്ടം മുതൽ ഇങ്ങോട്ടേക്ക് അയർലൻഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും അയർലൻഡിൻ്റെ സാംസ്കാരിക കേന്ദ്രവുമൊക്കെയാണ്. എന്തുകൊണ്ട് എപ്പോഴും ഡബ്ലിനെക്കുറിച്ച് എഴുതുന്നു എന്ന ചോദ്യത്തിന് ജെയിംസ് ജോയ്സ് ഒരിക്കൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഡബ്ലിനെക്കുറിച്ച് തന്നെയാണ് എഴുതുക, കാരണം ഡബ്ലിൻ്റെ ഹൃദയം തൊട്ടറിയാൻ കഴിഞ്ഞ ഒരാൾക്ക് ലോകത്തെ ഏത് മഹാനഗരങ്ങളുടെയും ഹൃദയം തൊട്ടറിയാൻ കഴിയും എന്ന്. ജെയിംസ് ജോയ്സിന് ഡബ്ലിനെ പോലെയാണ് എം മുകുന്ദന് ഡൽഹി. എന്തുകൊണ്ട് എപ്പോഴും ഡൽഹിയെക്കുറിച്ച് എഴുതുന്നു എന്ന ചോദ്യത്തിന് എം മുകുന്ദൻ പറയുന്ന ഉത്തരവും അതുതന്നെയാണ്. ഡൽഹിയുടെ ആത്മാവിനെ അറിയുന്ന ഒരാൾക്ക് ലോകത്തെ ഏത് മഹാനഗരങ്ങളുടെയും ആത്മാവിനെ അറിയാൻ കഴിയുമെന്ന്. ഇത്ര ഹൈപ്പോടുകൂടെ മയ്യഴിയുടെ കഥാകാരൻ എന്നൊക്കെ നാം വാഴ്ത്തുമെങ്കിലും ഡൽഹിയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഒരാൾക്ക് ലോകത്തെ ഏത് മഹാനഗരങ്ങളുടെയും ആത്മാവ് തൊട്ടറിയാമെന്ന് പറയുന്ന അത്രയും ഹൈപ്പോടുകൂടെ എം മുകുന്ദൻ മയ്യഴിയെ സത്യത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. ശരിക്കും എം മുകുന്ദന് ഇഷ്ടം, ഇതുവരെയും മുകുന്ദേട്ടനത് തുറന്നു പറഞ്ഞിട്ടില്ല, എം മുകുന്ദന് ശരിക്കും ഇഷ്ടം മയ്യഴിയാണോ കുറച്ചുകൂടെ ഇഷ്ടം ഡൽഹിയാണോ? അത് പറയാനത്ര എളുപ്പമല്ല. കാരണം മയ്യഴിയിൽ ജീവിച്ചിരുന്നത് 20 വർഷമാണ്. 21ാമത്തെ വർഷത്തിൽ ഡൽഹിയിലേക്ക് പോയി. അവിടെ പിന്നെ 40 വർഷം ജീവിച്ചു, 40-ൽ കൂടുതൽ. അപ്പം മയ്യഴിയിൽ ജീവിച്ചതിനേക്കാൾ ഇരട്ടി ഡൽഹിയിൽ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും കൂടുതൽ അനുഭവങ്ങൾ ഡൽഹിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഡൽഹിയായാലും മയ്യഴിയായാലും ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മായക്കാഴ്ചകളാണ്. ഈ മായക്കാഴ്ചകളുണ്ടല്ലോ, അത് ഡൽഹിയിൽ ഒരുപാട് മായക്കാഴ്ചകളുണ്ട്, അതുപോലെ തന്നെ മയ്യഴിയിലുമുണ്ട്. അതിന് കാരണം ഡൽഹിയിൽ മായക്കാഴ്ചകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം നമുക്കറിയാമല്ലോ. ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഇന്ദ്രപ്രസ്ഥം പാണ്ഡവന്മാരൊക്കെ ഹസ്തിനപുരത്തിൽ നിന്ന് അവിടുന്ന് ഹസ്തിനപുരത്ത് രാജകൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് അവർ കാട്ടിൽ വന്നപ്പോൾ കാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, കാട് മാത്രമേ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഈ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് ഇന്ദ്രപ്രസ്ഥം നിർമ്മിച്ചത് ഒരു മായാവിയാണെന്നാണ്. ഒരു മായാവിയാണ് ഇന്ദ്രപ്രസ്ഥം, അതിൻ്റെ ആർക്കിടെക്റ്റ് കേട്ടോ, മായാവിയാണ്. അതുകൊണ്ട് അവിടെ മുഴുവനും മായക്കളാണ്, മായക്കാഴ്ചകളാണ്. അതിൽ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദുര്യോധനൻ നടന്നു പോകുമ്പോൾ നിലം വെള്ളം നദിയായിട്ട് തോന്നി, അത് മായാവി ഉണ്ടാക്കിയിട്ടുള്ള മായക്കാഴ്ചയാണ്. അപ്പം ദുര്യോധനൻ സ്ലിപ്പ് ചെയ്ത് വീഴാൻ പോവുകയും മറഞ്ഞു നിന്നുകൊണ്ട് ദ്രൗപദി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് മായക്കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഡൽഹി. അങ്ങനെ ഈ ദ്രൗപദിക്ക് തോന്നിയതുപോലുള്ള അതുപോലെ ചിരിക്കാൻ എനിക്കും തോന്നിയിട്ടുണ്ട് ഡൽഹിയിലെ മായക്കാഴ്ചകൾ കണ്ടപ്പോൾ. അതാണ്
മറ്റൊന്ന് പിന്നെ വേറെ ഒന്നുള്ളത് പിന്നെ ഡൽഹിക്കും ഉള്ള ഒരു പ്രത്യേകത, ഡൽഹി നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു നഗരമാണ്. അവിടെ നമ്മൾ തിരിച്ച് മഹാഭാരതത്തിലേക്ക് വരണം. കാരണം ഡൽഹിയുടെ പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഇന്ദ്രപ്രസ്ഥമാണ് ഡൽഹി. ഇന്ദ്രപ്രസ്ഥം എന്ന നഗരം ഉണ്ടായത് തന്നെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അത് പാണ്ഡവന്മാർക്ക് വേണ്ടി. അപ്പോൾ അത് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ഡൽഹിക്ക്, നീതി നിഷേധിക്കപ്പെട്ടവരുടെ. അത് ഇന്നും തുടരുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടു, നീതി നിഷേധിക്കപ്പെട്ട കുറേയധികം മനുഷ്യർ ജയിലിൽ വന്ന് ഇറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴും അതുണ്ട്. ഇപ്പോഴും ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഡൽഹിയിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ അവർ ജയിലിലടക്കപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ മായക്കാഴ്ചകളുണ്ട്, പ്രണയമുണ്ട്, സംഗീതമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടവരുടെ ഒരു നഗരം കൂടിയാണത്. അതൊക്കെയാണ് എന്നെ ഡൽഹിയോട് ചേർത്ത് നിർത്തുന്നത്. മയ്യഴിയിൽ എനിക്ക് അത്ര എൻ്റെ നാടാണെന്ന് പറയാം, കുറേ അനുഭവങ്ങളുണ്ട്, പക്ഷെ ഇതുപോലുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം പിന്നെ ഡൽഹിയാണ് പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ മയ്യഴിയാണ് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയും മയ്യഴിയാണെന്ന്. കാരണം അവിടെയാണ് ഞാൻ ജനിച്ചത്, അവിടെയാണ് ഞാൻ വളർന്നത്, അവിടെയാണ് ഞാൻ മരിക്കുന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും മയ്യഴിയായിരിക്കും എനിക്ക് പ്രിയപ്പെട്ട നാട്. ഡൽഹിയും മയ്യഴിയും അല്ലാത്ത എം മുകുന്ദന് പൗരത്വമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന ദേശം ഫ്രാൻസാണ്. സത്യത്തിൽ ഈ വർഷത്തെ 8ാമത് KLFൻ്റെ അതിഥി രാജ്യവും ഫ്രാൻസാണ്. ഈ KLF അനൗൺസ് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ തരംഗമായി വന്ന KLFൻ്റെ ഒരു പോസ്റ്ററിൻ്റെ തലക്കെട്ട് നമുക്ക് ഫ്രഞ്ച് കിസ്സ അടിച്ചിരിക്കാം എന്ന് പറയുന്നൊരു തലക്കെട്ട്, ഒരു പരസ്യമായി വന്നിരുന്നു. ഞാനത് കണ്ട സമയത്ത് ഓർത്തത് മുകുന്ദേട്ടനെയാണ്. ഈ എംബസിയിലൊക്കെയുള്ള ലഞ്ച് നേരങ്ങളിലൊക്കെ പാരീസിൽ നിന്ന് വന്ന ട്രെയിനുകളുടെ ചുംബനങ്ങളുടെ മർമ്മരങ്ങൾ ആ മുറിയിൽ നിറഞ്ഞു കിടക്കുന്നതിനെക്കുറിച്ച്, പാരീസിൽ ഇറങ്ങിച്ചെല്ലുന്ന സമയത്ത് വിമാനത്താവളത്തിന് പുറത്തു നിന്ന് വരുന്ന പെണ്ണുങ്ങളുടെ മണത്തെക്കുറിച്ചൊക്കെ മുകുന്ദേട്ടൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫ്രാൻസ് എം മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ശിഥില പ്രണയങ്ങളുടെ ദേശം ആണ്. ഫ്രാൻസിനെ അങ്ങനെയാണ് മുകുന്ദേട്ടൻ വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ട് ശിഥില പ്രണയങ്ങളുടെ ദേശം എന്നത് മാത്രമല്ല, ഒരു പ്രേമം നിരന്തരമായി ഉണ്ടാവണം എന്നതുകൊണ്ടാണോ ഇത്രയും ഫ്രാൻസിനെ ഉള്ളോട് ചേർത്ത് പിടിച്ച ഒരാൾ ഡൽഹി പോലെ ഒരു ദേശത്ത് അക്കാലത്ത് ജീവിച്ചിട്ടും ഫ്രഞ്ചുകാരികളെയൊന്നും പ്രേമിക്കാഞ്ഞത് എന്ന ഒരു ചിന്തയും സത്യത്തിൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എന്താണ് അതിനോട് പറയാനുള്ള മുകുന്ദേട്ടൻ്റെ ഉത്തരം? ഇപ്പോൾ ഈ നമ്മളെ പോലെ തന്നെ കിസ്സ പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഫ്രഞ്ചുകാരും. അവർ ഒരുപാട് കിസ്സ പറയും. പിന്നെ സമയം കിട്ടിക്കഴിഞ്ഞാലൊക്കെ അവരുടെ ചില സ്ഥലങ്ങളുണ്ട് അവർക്ക്. വൈകുന്നേരം അവിടെയുള്ള ഈ കാപ്പിക്കടകളിലൊക്കെ, കോഫി ഷോപ്സിലൊക്കെ ഇരുന്നുകൊണ്ട് കിസ്സ പറയുന്നത് കേൾക്കാം. പക്ഷെ അവർ കിസ്സ പറയുന്നത് നമ്മൾ കിസ്സ പറയുന്നത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവരുടെ കിസ്സ അല്ലെങ്കിൽ പരദൂഷണങ്ങൾ അത് വലിയ ചിന്തകന്മാരെ പറ്റിയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ദാർശനികന്മാരെ കുറിച്ചായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറയും, നോക്ക് ആ സാർത്രനെ നോക്കൂ, അയാൾ പിന്നെ ജീവിതകാലം മുഴുവനും സിമോൺ ദ ബൂവാറിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. അവരെല്ലാം തന്നെ പരസ്പരം പിന്നെ കൈമാറുന്നുണ്ട്, എല്ലാം തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് നോക്കൂ, സാർത്ര രാത്രി പിന്നെ സിമോൺ ദ ബൂവാറിനെ ഉപേക്ഷിച്ച് മറ്റ് സ്ത്രീകളുടെ അടുത്തേക്ക് പോകും, മറ്റ് എഴുത്തുകാരികളുടെ അടുത്തേക്ക്, മറ്റ് പിന്നെ ചിന്തകരായ സ്ത്രീകളുടെ അടുത്തേക്കൊക്കെ പോകും. നോക്കൂ സാർത്ര ഇതാണ് അവരുടെ കിസ്സയും നമ്മുടെ കിസ്സയും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ കിസ്സയിൽ പ്രത്യക്ഷപ്പെടുന്നത് അസ്തിത്വവാദികളും വലിയ ദാർശനികതയും സാഹിത്യമൊക്കെയാണ്. സിമോൺ ദ ബൂവാറും അല്ലെങ്കിൽ സാർത്തറും തമ്മിലുള്ള പ്രണയം, ശിഥില പ്രണയം, അതൊക്കെയാണ്. പക്ഷെ നമ്മുടെ കിസ്സ കുറച്ചുകൂടി സ്വാഭാവികമായിട്ടുള്ളതാണ്. കുറേ കൂടി എനിക്ക് പലപ്പോഴും ഇഷ്ടം നമ്മുടെ കിസ്സയാണ് കേട്ടോ. അത് പിന്നെ നമ്മുടെ കിസ്സയിൽ സാധാരണക്കാരായ ആളുകളാണ്, വളരെ സാധാരണക്കാരായിട്ട് ആളുകളാണ് വരിക കേട്ടോ. അപ്പം നമുക്കങ്ങനെ വലിയ ചിന്തകരെക്കുറിച്ചോ ദാർശനികരെക്കുറിച്ചോ എഴുത്തുകാരെക്കുറിച്ചോ കിസ്സ പറയാൻ നമുക്കറിയില്ല. അതിനുള്ള ഒരു കാരണം അതൊക്കെ നമ്മുടെ സൈദ്ധാന്തികർ
സർവകലാശാല പ്രൊഫസർമാർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പം നമ്മൾ സാധാരണക്കാർക്ക് പിന്നെ അതൊന്നും പറയാൻ അവസരമില്ല, കിട്ടാറില്ല. പിന്നെ ശിഥിലപ്രണയം എന്ന് പറയുന്നത് അത് പിന്നെ അതൊരു യൂറോപ്യൻ ഫ്രഞ്ച് പിന്നെ സങ്കല്പമാണ്. ഒരു സ്ത്രീയുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്നുള്ളത് അവർക്ക് ആലോചിക്കാൻ കഴിയില്ല. ഞാനത് എഴുതിയിട്ടുണ്ടല്ലോ, എംബസി കാലത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു അനുഭവം. എൻ്റെ കൂടെ ജോലി ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നിരുന്നു അവിടെ, പിന്നെ ട്രെയിനി ആയിട്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഫ്രഞ്ചുകാരി. അപ്പോൾ അവളെ കാണാൻ വേണ്ടി ഞങ്ങൾ എംബസിയുടെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലൊരു യുവാവ് എന്നും ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് ടൈംസിൻ്റെ സമയത്തെത്തും. അവരതിന് എല്ലാവരും കണ്ടു നിൽക്കെ തന്നെ അവർ കെട്ടിപ്പിടിക്കും. പിന്നെ അങ്ങനെ ഭയങ്കര പാഷൻ, പ്രണയം. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞേക്ക് അയാളെ കാണുന്നില്ല. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നിൻ്റെ പിന്നെ കമിതാവ് എവിടെ പോയിന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് മടുത്തു, 6 മാസമായിരുന്നു. ഇതാണ്, അതുകൊണ്ടാണ് ശിഥിലപ്രണയങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ 90 വയസ്സായ ആൾ 20 വയസ്സ് പ്രണയിച്ച് തുടങ്ങിയ ആൾ 90 വയസ്സായാലും അത് തുടരും. അതുകൊണ്ട് നമുക്ക് ശിഥിലപ്രണയം എന്നുള്ള സങ്കല്പം നമുക്കില്ല. പിന്നെ അവരുടേതെല്ലാം തന്നെ ശിഥിലമാണ്. ആ ശിഥിലമായതിൽ നിന്നാണ് അവർ വലിയ ചിന്തകളും വലിയ വലിയ പിന്നെ കലാസൃഷ്ടികളും വലിയ വലിയ പിന്നെ സാഹിത്യരചനകൾക്ക് ഉണ്ടാക്കുന്ന ഈ ശിഥിലമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചത് കൊണ്ടാണ്. നമുക്കതറിയില്ല. അത് നമ്മുടെ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഇവിടെയും നമ്മുടേതാണ് നല്ലതെന്ന് പറയും. ഞാൻ പിന്നെ 90 വയസ്സ് വരെ ഒരേ ഭാര്യയോട് കൂടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നെ സാർത്തറിനെ പോലെയൊന്നും എഴുതാൻ കഴിയാത്തത്. വേണ്ട, അങ്ങനെ എഴുതണ്ട. നമുക്ക് നമ്മുടെ ജീവിതം മതി. നമ്മൾ കിസ്സ പറയും, നിർദോഷമായിട്ടുള്ള കിസ്സ പറയും. നമ്മൾ ജീവിതകാലം മുഴുവൻ ഭാര്യയെ പ്രണയിച്ച് അവളുടെ കൂടെ ജീവിക്കും, അത്രയ്ക്ക് മതി കേട്ടോ. നമുക്ക് ശിഥിലമായ ആശയങ്ങളിലേക്കും ശിഥിലമായിട്ടുള്ള ചിന്തകളുടെയും ആ ഒരു ലോകത്തിലേക്ക് നമുക്ക് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ശ്രീചേച്ചി മുമ്പിലിരിക്കുന്നത് കൊണ്ട് മൂന്തേട്ടൻ അങ്ങനെ പറയൂ എന്നെനിക്കറിയാം. പക്ഷേ ഈ അടുത്ത് മാർക്കേസിൻ്റെ ജീവചരിത്രം വായിച്ച സമയത്ത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ ഭാര്യയില്ലായിരുന്നെങ്കിൽ മാർക്കേസ് ഒരിക്കലും എഴുതി തീർക്കില്ലായിരുന്നു എന്നതിലൊരിടത്ത് പറയുന്നുണ്ട്. വലിയ ദാരിദ്ര്യമൊക്കെ ജീവിതത്തിൽ വന്ന സമയത്ത് കമ്മലൊക്കെ വിറ്റ് മാർക്കേസിനെ പോറ്റിയിരുന്ന ഭാര്യയെക്കുറിച്ച്, സുഹൃത്തുക്കളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും മാർക്കേസിനെ രക്ഷിച്ചു പോകുന്ന ഭാര്യയെക്കുറിച്ച്. കാരണം ആളുകളിങ്ങനെ ആരാധകരൊക്കെ വന്ന് മാർക്കേസിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലൊക്കെ അവരിൽ നിന്നൊക്കെ അകറ്റി നിർത്തിയിരുന്നത് ഭാര്യയായിരുന്നു എന്നൊക്കെയുള്ള ഒരു അധ്യായം മാർക്കേസിൻ്റെ ജീവചരിത്രത്തിലൊരിടത്ത് പറയുന്നുണ്ട്. സന്ദർഭവശാൽ ഇങ്ങനെ പറഞ്ഞു പോയത് കൊണ്ടാണ്. ഇപ്പോൾ ഡൽഹി കാലത്തും അല്ലെങ്കിൽ എം മുകുന്ദൻ്റെ കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ അങ്ങനെ വന്നു നിറഞ്ഞ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടാവും. അവരിൽ നിന്നൊക്കെ സത്യത്തിൽ രക്ഷിച്ചു പോന്നിരുന്നത് ശ്രീചേച്ചിയായിരുന്നു. അല്ല, ഈ ആരാധകരെന്നുള്ളത് അത് നമ്മുടെ വാനപ്രസ്ഥം എന്നുള്ള സിനിമയിലുണ്ട് കേട്ടോ. പിന്നെ ഷാജി എനിക്കറിവുണ്ട് സിനിമയിൽ. ഇപ്പോൾ ഈ ആരാധികമാർ നമ്മളെ ആരാധിക്കുന്നത്, നമ്മളെല്ലാം ആരാധിക്കുന്നത് നമ്മുടെ ഇമേജിനെയാണ് കേട്ടോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടി എനിക്കൊരു കത്തയക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രണയലേഖനം അയക്കുന്നത്, അത് എനിക്കല്ല. ഞാനുണ്ടാക്കിയിട്ടുള്ള ഒരു മായാലോകം, ഒരു മായാക്കാഴ്ചയുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആ മായാക്കാഴ്ചയുള്ള മുകുന്ദന് വേണ്ടിയാണ് കത്തയക്കുന്നത്. അതാണ് എല്ലാവരുടെ കാര്യവും അതാണ്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പിന്നെ ഒരു എഴുത്തുകാരന് ഒരു പ്രണയലേഖനം കിട്ടിയാൽ എഴുത്തുകാരനോടുള്ള പിന്നെ പ്രണയം കൊണ്ടാണ്. നല്ല എഴുത്തുകാരന് പ്രതിനിധാനം ചെയ്യുന്ന ഒരു മായക്കാഴ്ചയുണ്ട്. അത് കഥാപാത്രങ്ങളുടെ കൂടെ ഈ കഥാസന്ദർഭങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അതാണ് സംഭവിക്കുന്നത്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. നമ്മളതിലിപ്പം ആരാധകന്മാരുണ്ട്, ആരാധികമാരുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം അത്രയും പേര് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അത്രയും പേര് നമ്മുടെ പുസ്തകങ്ങൾ വായിക്കുന്നു, നമ്മുടെ പുസ്തകങ്ങളെ പ്രണയിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വായനക്കാർ പ്രണയിക്കേണ്ടത് എഴുത്തുകാരനെ അല്ല, എഴുത്തുകാരൻ്റെ രചനകളെയാണ്. എന്നെ പ്രണയിക്കണ്ട, മയ്യഴിപ്പുഴ തീരങ്ങൾ പ്രണയിച്ചാൽ മതി. അതാണ് ശരിയായ രീതി. അതൊരു രസമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ നേരത്തെയും സത്യത്തിൽ ഈ ഫ്രഞ്ച് കിസ്സയിലേക്കൊക്കെ വന്നങ്ങ് ഡൈവേർട്ട് ചെയ്തു പോയതാണ്. ഞാൻ ഫ്രാൻസിനോടുള്ള മുകുന്ദേട്ടൻ്റെ ഒരു പ്രേമത്തെക്കുറിച്ചാണ് ശരിക്കും അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ആംദ്രേ മൽറോയെ പോലെയുള്ള, അല്ലെങ്കിൽ ആംദ്രേ ഷീദിനെ പോലെയുള്ള, അതുപോലെ ഒരുപാടേറെ ഫ്രഞ്ച് എഴുത്തുകാരോട് വലിയ സ്നേഹവും ആരാധനയും ഒക്കെ
ഉണ്ടായിരുന്നൊരു വായനക്കാരൻ കൂടിയാണ് അക്കാലത്തെ എം മുകുന്ദൻ എന്ന് പറയുന്നത്. ആന്ത്രേഷീദ് ടാഗോറിനെ, രണ്ടുപേരും നോബൽ സമ്മാനം കിട്ടിയ രണ്ട് എഴുത്തുകാരാണ് ഇന്ത്യയിലും ഫ്രാൻസിലുമുള്ള. ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഫ്രഞ്ചിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആന്ത്രേഷീദിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത് എം മുകുന്ദനാണ്. അതേപോലെ ആന്ത്രേ മൽറോയും ജവഹർലാൽ നെഹ്റുവുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയോട് ആന്ത്രേ മൽറോയ്ക്ക് ഉണ്ടായിരുന്ന വാത്സല്യത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞത് എം മുകുന്ദനാണ്. അങ്ങനെ ഫ്രാൻസിനെ മുകുന്ദൻ പരിചയപ്പെടുത്തിയൊരു ഫ്രാൻസിനെയാണ് ആദ്യകാലങ്ങളിൽ മലയാളിക്ക് പരിചയമുള്ളത്. ഫ്രാൻസിൻ്റെ ലിറ്ററേച്ചറിനെ ഒക്കെ മലയാള സാഹിത്യ ലോകത്തിന് മുമ്പിൽ എം മുകുന്ദൻ ഒരുപാട് തന്നിട്ടുണ്ട്. ഒരു ശാഖ ഇങ്ങനെ കിടപ്പുണ്ട്. മറ്റൊന്ന്, അധിനിവേശത്തിൻ്റെ മറ്റൊരിടത്തും കാണാത്ത മുഖമുണ്ടായിരുന്നൊരു മയ്യഴിയുണ്ട്. ഫ്രഞ്ചുകാർ പോകുന്ന സമയത്ത് കരഞ്ഞ, അവരോട് പോകണ്ടെന്ന് പറഞ്ഞൊരു മയ്യഴിക്കാരുടെ ഒരു ധാരയുണ്ട്. ഈ എല്ലാ അർത്ഥത്തിലും എം മുകുന്ദൻ്റെ ഉള്ളിലൊരു ഫ്രാൻസ് ഉണ്ട്. എന്താണ് ശരിക്കും ഫ്രാൻസിനോട് എം മുകുന്ദൻ സൂക്ഷിക്കുന്ന ഒരു ആത്മബന്ധം? അത് കുട്ടിക്കാലത്തെ തുടങ്ങിയതാണ്. ഞാൻ പിന്നെ ഈ എംബസിക്കാലത്ത് എന്നുള്ള പുസ്തകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ജനിച്ച് വീണത് ഒരു ഫ്രഞ്ച് പൗരനായിട്ടാണ്. ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും തന്നെ, മയ്യഴിയിൽ എല്ലാവരും തന്നെ ആ കാലത്ത്, അത് 1954 വരെ ഫ്രഞ്ചുകാർ പോകുന്നവരെ അവിടെയുള്ള എല്ലാവരും ഫ്രഞ്ച് പൗരന്മാരായിരുന്നു. ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഒരു അധ്യാപകൻ കൈപിടിച്ച് എഴുതിയ അക്ഷരമാല ഫ്രഞ്ചായിരുന്നു. അതും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഒരു ലോകത്തിലാണ് ഞാൻ വളർന്നത്. പിന്നെ അവിടുത്തെ സാധാരണക്കാരുടെ ആളുകളുടെ ഈ സങ്കല്പങ്ങളിലുള്ളതുണ്ടല്ലേ, സങ്കല്പങ്ങളിലുള്ള ചില ഹീറോയിന്മാരുണ്ട്, അതൊക്കെ ഫ്രഞ്ചുകാരാണ്. അപ്പം നമ്മൾ സാധാരണ കേരളത്തിന് മയ്യഴിക്ക് പുറത്താണെങ്കിൽ ഇപ്പം ഭീമൻ്റെ ഒക്കെ കഥ പറയുമായിരിക്കും, അല്ലെങ്കിൽ അർജുനൻ്റെ കഥ പറയുമായിരിക്കും, ശ്രീകൃഷ്ണൻ്റെ കഥ പറയുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ മുത്തശ്ശിമാർ അന്ന് പറഞ്ഞത് ഫ്രാൻസിലെ ജോൺ ഓഫ് ആർക്കിൻ്റെ കഥയാണ് കേട്ടോ. അത് അവൾ ഇടയ പെൺകുട്ടിയായിരുന്നു. 14 വയസ്സുള്ളപ്പോൾ ഫ്രാൻസ് എന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തതാണ് അവൾ. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് 14-ാമത്തെ വയസ്സിൽ ആ ഇടയ പെൺകുട്ടിയെ ബ്രിട്ടീഷുകാർ തടവിലാക്കുകയും അവളെ ജീവനോടെ ഒരു ചിതയിൽ ദഹിപ്പിക്കുകയുമാണ് ചെയ്തത്. ആ കഥ കേട്ടിട്ട്, മുത്തശ്ശിമാരോട് നിന്ന് ആ കഥ കേട്ടിട്ട് എൻ്റെയൊക്കെ ബാല്യത്തിലുള്ള എത്ര കുട്ടികൾ കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? കാട്ടിലേക്ക് പറഞ്ഞയച്ച പാണ്ഡവന്മാരെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഞങ്ങൾ കരഞ്ഞത് കേട്ടോ. ഞങ്ങൾ കരഞ്ഞത് ഇങ്ങനെയുള്ള ജോൺ ഓഫ് ആർക്കിനെ കുറിച്ചാണ്. 14 വയസ്സുള്ള ഇടയ പെൺകുട്ടി, ആ പെൺകുട്ടിയെ ബ്രിട്ടീഷുകാർ ജീവനോടെ തടവിലിട്ട് ജീവനോടെ ഒരു ചിതയിൽ വെച്ച് കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരോട് എനിക്കുള്ള വിരുദ്ധത, മയ്യഴിക്കാരനെന്നുള്ള എനിക്കുള്ള വിരുദ്ധത ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൈവശപ്പെടുത്തി എന്നോ ഇന്ത്യയെ അവർ ഭരിച്ചുവെന്നോ, അതുമാത്രമല്ല അവർ ഞങ്ങളുടെ പാവം ഇടയ പെൺകുട്ടിയെ ജീവനോടെ ചുട്ടുകരിച്ചല്ലോ എന്നുള്ള ആ ഒരു രോഷം കൂടി ഞങ്ങൾക്കുണ്ട്. ആ രോഷം പ്രതിഫലിക്കുന്നത് ഫ്രഞ്ചുകാരോടുള്ള സ്നേഹമായിട്ടാണ്. ഈ ബ്രിട്ടീഷ് വിരുദ്ധത ഫ്രഞ്ചുകാരോടുള്ള സ്നേഹമായിട്ട് അത് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഞാനും എൻ്റെ തലമുറയൊക്കെ വളർന്നത്. പിന്നീട് കുറേ കൂടി കഴിയുമ്പോൾ, വലുതാകുമ്പോൾ, ഞങ്ങൾ കൗമാരപ്രായമൊക്കെ ആകുമ്പോഴാണ് അത് അപ്പോഴേക്ക് എൻ്റെയൊക്കെ അനുഭവങ്ങൾ ഈ സങ്കല്പങ്ങളും കാൽപ്പനികതയിൽ നിന്നൊക്കെ മാറിയിട്ട് കുറേ കൂടി താഴത്തേക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രീതിയിലേക്ക് വളരുമ്പോഴാണ് അവിടെയുള്ള ഒരു അധ്യാപകൻ എനിക്ക് പറഞ്ഞിരുന്നത്, സാർത്രനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നത്. മയ്യഴിപ്പുഴ തിരങ്ങളിലെ അധ്യാപകനുണ്ട് കുഞ്ഞനന്ദൻ മാഷ്. അങ്ങനെ എൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ജനിച്ച് വീഴുമ്പോൾ ഫ്രഞ്ചുകാരനാണ്. ആദ്യാക്ഷരം പഠിച്ചത് ഫ്രഞ്ച് അക്ഷരമാലയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ മയ്യഴിപ്പുഴ തീരങ്ങൾ പോലുള്ള നോവൽ എഴുതിയല്ലോ എന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നുണ്ട് കേട്ടോ. എങ്ങനെ അത് സാധിച്ചു എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരൻ്റെ ചിന്ത, എഴുത്തുകാരൻ്റെ എഴുത്ത്, ഇതൊന്നും നമ്മുടെ യുക്തി കൊണ്ടൊന്നും അളക്കാൻ കഴിയുന്ന ഒന്നല്ല കേട്ടോ. അത് നമുക്ക് യുക്തി കൊണ്ട് അത് നേരെ പോകുന്ന ഒന്നല്ല. അതിലൊരുപാട് സങ്കീർണതകളുണ്ട്. ഒരുപക്ഷെ ആ സങ്കീർണതകളുടെ സൃഷ്ടി കൂടിയാണ് ഞാൻ എന്ന് പറയാം.
പിന്നെ ഫ്രാൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പിന്നെ പൊതുവേ നമ്മൾ ധരിക്കും നമ്മൾ ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും അവിടെ പ്രണയം മാത്രമാണുള്ളൂ എന്നുള്ളത്. അതിലപ്പുറം ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട് കേട്ടോ. അവിടെ ഒരു നമ്മുടെയൊക്കെ ചിന്തയെ തീപിടിപ്പിച്ച ഒരു രാജ്യമാണത്. ഒരു ആധുനിക മനുഷ്യൻ്റെ ചിന്തയെ ജ്വലിപ്പിച്ച ഒരു രാജ്യമാണത്. ഒരുപാട് വലിയ വലിയ ചിന്തകർ, ദാർശനികർ. പിന്നെ അതിനിടയിൽ ചിലർ പിന്നെ പ്രണയത്തെ പൊലിപ്പിച്ചു എന്നേ ഉള്ളൂ. പ്രണയം മാനിക്കുന്ന അത്ര ഒരു ഫ്രഞ്ചുകാരൻ്റെ ജീവിതത്തിൽ പ്രണയത്തിന് അത്രയധികം പിന്നെ പ്രസക്തി ഉണ്ടോയെന്ന് അറിയില്ല. മാത്രമല്ല അത് ഫ്രഞ്ചുകാരുടെ കുഴപ്പമല്ല, അതൊരു യൂറോപ്യൻസിൻ്റെ കുഴപ്പമാണ്. ഇപ്പോൾ അവർ സിമ്പിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു യൂറോപ്യൻ ഒരു യുവാവ് ഒരു യുവതിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞു? അത് നിങ്ങൾക്ക് ഊഹിക്കാം. സാധാരണ നമ്മൾ ഈ പ്ലാറ്റോ പറഞ്ഞിട്ടുള്ള പ്ലാറ്റോണിക് ലവ് അല്ലത് കേട്ടോ. അത് പിന്നെ ഫിസിക്കലായിട്ടുള്ള ലവ് ആണ്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കം വിത്ത് മീ ടു ദ ബെഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മളെപ്പോലെ ചങ്ങമ്പുഴ നമ്മളെ പഠിപ്പിച്ച പ്രണയമല്ലത് കേട്ടോ. അതാണ്. പക്ഷെ അത് നമ്മൾ ആ യൂറോപ്യൻ മനസ്സ് അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ പ്രണയത്തെ ഒരിക്കലും അനുകരിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് അവരുടെ പ്രണയം വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിലെ പിന്നെ നമ്മുടെ നാട്ടിൽ എത്ര പ്രണയങ്ങളുണ്ട്. കറുത്തമ്മയുടെ പ്രണയമില്ലേ, പരീക്കുട്ടിയുടെയും കറുത്തമ്മയുടെയും പ്രണയമില്ലേ, അതാണ് നമ്മുടെ പ്രണയം. അതിലപ്പുറം എന്താ ഉള്ളൂ? അങ്ങനെയുള്ളൊരു പ്രണയ ജോഡിയെ നമുക്ക് ഫ്രഞ്ച് സാഹിത്യം മുഴുവനും അരിച്ചു പെറുക്കിയാൽ കാണാൻ പറ്റില്ല. ഒരു പരീക്കുട്ടിയും കറുത്തമ്മയും എന്ന് പറയുന്ന പ്രണയമുണ്ടല്ലോ, അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പം നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണല്ലോ. ശിഥില പ്രണയം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ശിഥില മുകുന്ദനാണ് ഞാൻ. ഈ ഫ്രഞ്ച് ഭാഷയിലും അവരുടെ സംസ്കാരത്തിലും മയ്യഴി ഭാഷയിലും മയ്യഴിക്കാരുടെ ഭാഷയിലൊക്കെ ശിഥിലമായി കിടക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അത് തന്നെയാണ് എൻ്റെ കരുത്തും. ഈ രണ്ട് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ച് മൂന്തേട്ടൻ പറഞ്ഞപ്പോഴാണ് എംബസി കാലത്തുള്ളൊരിടത്ത് ഞാൻ രണ്ട് കരയിൽ കാലുവെച്ചുകൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും നടക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കര എൻ്റെ ഒരു കാല് വെക്കേണ്ടിയിരുന്ന ദേശം മയ്യഴിയും മറ്റേ കാല് വെക്കേണ്ടിയിരുന്ന ദേശം ഡൽഹിയുമാണ് എന്ന് മൂന്തേട്ടൻ പറയുന്നുണ്ട്. 20 വയസ്സിന് ശേഷമുള്ള ഒരു 4 പതിറ്റാണ്ടോളം കാലം ദില്ലിക്കകത്ത് തന്നെയുള്ള ഒരു ഫ്രഞ്ച് ദ്വീപിലാണ് എം മുകുന്ദൻ സത്യത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോകാനിടയുള്ള സമകാലീനരായ മലയാള എഴുത്തുകാരൊക്കെ ആയിട്ടുള്ള ആ കാലത്തുള്ളൊരു ബന്ധമുണ്ട്. ഇന്നുള്ള കമ്മ്യൂണിക്കേഷനോ ഇന്നുള്ള ഫോണോ ഒന്നുമില്ലാത്തൊരു കാലത്താണ് എം മുകുന്ദൻ ഡൽഹിക്ക് വണ്ടി കയറി പോകുന്നത്. സമകാലീനരുമായി എന്നിട്ടും എം മുകുന്ദൻ സൂക്ഷിച്ചൊരു വലിയ ബന്ധമുണ്ട്. അതിനിടയിൽ തന്നെ ഞാനൊരു കൗതുകം എംബസി കാലത്തിനകത്ത് ഈ എഴുത്തുകാരെയൊക്കെ ഓരോരുത്തരെയായി വീട്ടിൽ ചെന്ന് കാണുന്ന ഒരു ഓർമ്മ മുകുന്ദേട്ടൻ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ MT നമ്മളെ വിട്ടുപോയ ഒരു ഘട്ടമാണ്. MTയെ കാണാൻ വേണ്ടി ഫോൺ വിളിച്ച് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അനുഭവം എംബസി കാലത്തിലുണ്ട്. ഗൗരവത്തിൽ MT വന്നോളാൻ പറയുന്നതും ആ വീട്ടിലേക്ക് ചെന്ന് MT സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ ചിത്രശലഭങ്ങളെപ്പോലെ പറക്കുന്നതിനെക്കുറിച്ചുമൊക്കെ എഴുതുന്നുണ്ട്. ബഷീറിനെ കാണാൻ വേണ്ടി ശ്രീചേച്ചിയെയും കൂട്ടി പോകുന്നതും വയറും മനസ്സും നിറഞ്ഞു വരുന്നതും എഴുതുന്നുണ്ട്. പത്മനാഭനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭവും രസമായി എഴുതുന്നുണ്ട്. കഥയുടെ കാലഭൈരവനെ വിളിച്ച് ഞാൻ വരട്ടെ എന്ന് ചോദിച്ചു. അയാൾ കനമുള്ള ശബ്ദത്തിൽ എന്നോട് വരണ്ട എന്ന് പറഞ്ഞു എന്ന് കൂടെ ഒരു വിമർശനം കൂടെ മുകുന്ദേട്ടൻ ഉന്നയിക്കുന്നുണ്ട്. രണ്ട് കരകളാണ് മലയാളിയുടെ പുഴയ്ക്കുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റ് കരയും ഒരു കോൺഗ്രസ് കരയും. ഈ രണ്ട് കരയിലും കാലുവെച്ചുകൊണ്ട് സമർത്ഥമായി നടന്നിരുന്നു കഥയുടെ കാലഭൈരവൻ എന്നൊരു വിമർശനം കൂടെ മുകുന്ദേട്ടൻ ഉന്നയിക്കുന്നുണ്ട്. സൗഹൃദം സൂക്ഷിക്കുമ്പോഴും വിമർശിക്കാൻ മടിക്കാത്തൊരു എം മുകുന്ദനുമുണ്ട്. പലപ്പോഴും അത് മുകുന്ദേട്ടനെ കുഴപ്പത്തിലാക്കിയിട്ടുമുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, പല വേദികളിൽ നിന്നും പറഞ്ഞിറങ്ങിപ്പോകുന്ന പല കമൻറ്റുകളും. ഒടുവിൽ എനിക്ക് തോന്നുന്നത് നിയമസഭയുടെ പുസ്തകോത്സവത്തിൽ പോലും മുകുന്ദേട്ടൻ പറഞ്ഞു വെച്ച് ഇറങ്ങിപ്പോകുന്ന കമൻറ്റ് പിൽക്കാലം വലിയ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. ബോധപൂർവം ആളുകൾ കുറച്ചങ്ങ് ചർച്ച ചെയ്ത് അങ്ങ് കലഹിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ ഇറങ്ങിപ്പോവാറുള്ളത് പലയിടത്തു നിന്നും? മാത്രമല്ല ആ സൗഹൃദം ആ കാലമൊക്കെ എങ്ങനെയാണ് മുകുന്ദേട്ടൻ ഓർമ്മിച്ചെടുക്കുന്നത്? രണ്ടും കൂടെ കളക്ട് ചെയ്തെന്ന് പറയാമോ? അല്ല, നമുക്ക് ചില ധാരണകൾ സങ്കല്പങ്ങൾ നമ്മളിൽ ഉറച്ചു പോയിട്ടുണ്ട്.
അതാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ ശരി എന്നൊക്കെ പറയുന്നത്. ഇപ്പം നമ്മൾ സർക്കാരിൻ്റെ കൂടെ നടക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അത് സർക്കാർ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നമ്മൾ സർക്കാരിൻ്റെ കൂടെ നടക്കാൻ പാടില്ല, സർക്കാരിനെ അനുമോദിക്കാൻ പാടില്ല, അങ്ങനെയുള്ള ചില ധാരണകൾ നമ്മളിൽ ഉറച്ചു പോയിട്ടുണ്ടത്. അത് ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്തൊക്കെ ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ സൂക്ഷിക്കുന്നത് അത്ഭുതമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് ലോകം വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിനൊക്കെ ചില മുദ്രാവാക്യങ്ങളുടെ സ്വഭാവമേ ഉള്ളൂ. സർക്കാരിൻ്റെ കൂടെ എഴുത്തുകാരൻ നടക്കാൻ പാടില്ല, സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നടക്കണം. ഇതൊരു മുദ്രാവാക്യം മാത്രമാണ്. കാലം അത്രയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പണ്ടെപ്പോഴോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിൻ്റെ പ്രതിധ്വനിയാണ് അത്. യഥാർത്ഥ മുദ്രാവാക്യമാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് കേട്ടോ. അത് സർക്കാരിൻ്റെ കൂടെ നടക്കാൻ പാടില്ല എഴുത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നടന്നുകൂടെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കൂടെ നടന്നുകൂടെ? അപ്പം ഈ ഇങ്ങനെയുള്ള ചില ഉറച്ചു പോയിട്ടുള്ള ചില ധാരണകൾ അത് നമുക്ക് ദ്രോഹം ചെയ്യുന്നുണ്ട്. ലോകത്തിൽ ഒരിടത്തും ആരും അങ്ങനെ പറയില്ല സർക്കാരിൻ്റെ കൂടെ എഴുത്തുകാരൻ നടക്കാൻ പാടില്ല എന്ന്. കാരണം എഴുത്തുകാരൻ സർക്കാരിൻ്റെ കൂടെ നടന്നിട്ട് സർക്കാരിനെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകരുണ്ടായിരുന്നു, ഒരു പരമേശ്വര അയ്യറുണ്ടായിരുന്നു. അത് നമ്മൾ KG സുബ്രഹ്മണ്യത്തിൻ്റെ പെയിൻറ്റർ, അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അദ്ദേഹം എപ്പോഴും കയ്യിൽ ഒരു ചൂരലുണ്ടാകുമായിരുന്നു, അല്ലേ, വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും മേശപ്പുറത്തൊക്കെ. അതുപോലെ എഴുത്തുകാരൻ അങ്ങനെ കയ്യിൽ ചൂരലുള്ള ഒരാളായിരിക്കണം. സർക്കാരിൻ്റെ കൂടെയല്ല, ദൈവത്തിൻ്റെ കൂടെ നടക്കാം. ദൈവത്തിന് തെറ്റുമ്പോൾ ദൈവത്തിനെ തല്ലാനുള്ള കരുത്ത് എഴുത്തുകാരനുണ്ടാകണം. അപ്പം അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പാടില്ലെന്നല്ല. ഇപ്പം സർക്കാരിൻ്റെ കൂടെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇപ്പം ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ പാടില്ലെന്ന് പറയും, അല്ലേ? അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ? അപ്പോഴങ്ങനെ പറഞ്ഞാൽ സന്തോഷിക്കുന്നവരുണ്ടാവും, പിന്നെ ഒരുപാട് പേര് ദുഃഖിക്കുന്നവരുണ്ടാവും. പക്ഷേ ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മലയാളികൾ ഈ മുദ്രാവാക്യങ്ങളിൽ നിന്ന് സ്വയം മോചിപ്പിക്കണം. തുരുമ്പ് പിടിച്ച് പോയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. ഈ നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് ഈ മാറ്റങ്ങൾ ലോകം മുഴുവനും മറിയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീതിയുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണം. അതാണ് ആനന്ദ് പറഞ്ഞിട്ടുള്ളത്. ആനന്ദ് പറഞ്ഞത് ശരിയാണത്, നീതിയുടെ പക്ഷത്ത് നിൽക്കുക. അപ്പം ആരാണ് നീതി നിർവഹണം നടത്തുന്നത്, അത് ആരാണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത് പ്രതിപക്ഷമാകാം, അല്ലെങ്കിൽ അത് സർക്കാരാകാം, ആരുമാകാം. ആരാണ് നീതി നിർവഹണം നടത്തുന്നത് അവരുടെ കൂടെ എഴുത്തുകാരൻ നടക്കും. അതാണ് ശരിയായ രീതി. അപ്പം മലയാളികൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, മലയാളി സമൂഹത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ കാലഹരണപ്പെട്ട തുരുമ്പ് പിടിച്ച മുദ്രാവാക്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം മോചനം കണ്ടെത്തണം. അല്ലെങ്കിൽ നമുക്ക് അത് സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ യൗവനകാലത്തും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അന്ന് എനിക്കൊന്നും അന്ന് എനിക്ക് നേടാൻ ഒരുപാടുണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രശസ്തനായിരുന്നില്ല കേട്ടോ. ജീവിച്ചിരുന്നത് തന്നെ സാഹിത്യം കൊണ്ടായിരുന്നില്ല, എംബസിയിൽ ജോലി കൊണ്ടായിരുന്നു, പുരസ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. അന്ന് എനിക്ക് നഷ്ടപ്പെടാനും പലതും ഉണ്ടായിരുന്നു. ഞാൻ വിമർശിച്ച് കഴിഞ്ഞാൽ എൻ്റെ പുസ്തകങ്ങൾ ചിലപ്പോൾ ആളുകൾ വായിക്കില്ല, എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടില്ല, എനിക്ക് പ്രശസ്തി ഉണ്ടാവില്ല. അങ്ങനെ ഈ നഷ്ടപ്പെടാൻ ഒരുപാട് ഉള്ള കാലത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കേട്ടോ. ഒരുപാട് വായനക്കാർ കൂടെയുണ്ട്, പ്രശസ്തിയുണ്ട്, പുരസ്കാരങ്ങളുണ്ട്, ഇത്തിരി കാശുമുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ധൈര്യപൂർവ്വം വിമർശിക്കാൻ വേണമെങ്കിൽ കേട്ടോ. പക്ഷേ ഞാൻ പഴയകാലത്തെ പോലെ വിമർശിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. എഴുത്തുകാരൻ, അതാണ് ഞാനെന്ന് പറഞ്ഞത്, പുരസ്കാരങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെയും നമ്മൾക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ വേദികളിൽ ഞാൻ സംസാരിക്കുമ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാൽ അത് സഖാവ് പിണറായി വിജയനാണെന്ന ആളുകൾ പറയുന്നത്. സർക്കാർ സഖാവ് പിണറായി വിജയനാണോ? അദ്ദേഹം മാത്രമാണോ? നമ്മുടെ സർക്കാർ എന്നുള്ളത് ഒരു ഇടതുപക്ഷ സർക്കാരാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. ആ സർക്കാരിൻ്റെ ആരൊക്കെയാണുള്ളത്? ലെനിനുണ്ട്, മാർക്സുണ്ട്, AKG ഉണ്ട്, കൃഷ്ണപിള്ളയുണ്ട്. എത്രയെത്ര പേര് ജയിലിൽ കിടന്ന് മർദ്ദനമേറ്റ് മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഓർമ്മകൾ, അവരുടെയൊക്കെ ജീവിതങ്ങൾ, അതൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ സർക്കാർ. അത് ഒരു മുഖ്യമന്ത്രി മാത്രമല്ല. അപ്പം ലഘൂകരിക്കുക, ഓവർ സിംപ്ലിഫിക്കേഷനാണ്. സർക്കാർ എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനാണെന്ന് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് തീർച്ചയായിട്ടും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് ഒരു വ്യക്തി മാത്രമല്ല. എത്ര വർഷം, എത്ര കാലം, എത്രമാത്രം ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, ജയിലിൽ പോയിട്ടും അടികൊണ്ടിട്ടും രക്തസാക്ഷികളായിട്ടും. അതാണ് ആ ഒരു പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലാതെ ഒരു വ്യക്തിയല്ല. അവിടെയും നമുക്ക് തെറ്റുപറ്റുന്നു. സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
പ്രകൃതിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊളിച്ചെഴുത്ത് നമ്മുടെ ചിന്തയിൽ നടത്തേണ്ടത്. എനിക്കതിന് ഒരു ഭയവുമില്ല. ഞാനത് പറയേണ്ടടുത്ത് പറയും. അപ്പോൾ എത്ര പേരാണ് എന്നെ വിമർശിച്ചത് ഇപ്പോൾ സർക്കാരിൻ്റെ പക്ഷത്ത് നിൽക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഞാൻ 21 വയസ്സ് 22 വയസ്സുള്ളപ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും എനിക്കത് പറയാനുള്ള ആർജവമുണ്ട്. ഒരു പൊളിച്ചെഴുത്ത് നടത്തണം. അതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടത്. അതാണ് എഴുത്തുകാരൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ അതെന്തുകൊണ്ടോ ഇവിടെ നടക്കുന്നില്ല. എഴുത്തുകാരെയും ഞാൻ പറഞ്ഞ ഈ ഓവർ സിംപ്ലിഫിക്കേഷൻ, പിന്നെ തുരുമ്പ് പിടിച്ച മുദ്രാവാക്യങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതിനുവേണ്ടി പക്ഷെ ആരും അതിനുവേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ആരും പറയാനത് ധൈര്യപ്പെടില്ല. അതിനുള്ള കാരണം ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് നഷ്ടപ്പെടാൻ പലതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരാൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനൊപ്പം ഒരു വടി പിടിച്ച് കൂടെ നടക്കുമെന്നോ, സർക്കാരിന് തെറ്റുപറ്റുമ്പോൾ അതിനെ തിരുത്താൻ ഞാനൊരു ചൂരൽ വടിയുമായി ഒപ്പം നടക്കുമെന്നോ, അല്ലെങ്കിൽ സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ സർക്കാരിനൊപ്പവും പ്രതിപക്ഷം നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ പ്രതിപക്ഷത്തിനൊപ്പവും നിൽക്കുമെന്നോ ഒന്നും ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപക്ഷെ നാളത്തെ പത്രങ്ങളിൽ എഴുതപ്പെട്ടേക്കില്ല. പകരം ഞാൻ സർക്കാരിനൊപ്പം നിൽക്കും എന്ന കഷണം മാത്രമായിരിക്കും നാളെ കൊണ്ടാടപ്പെടുക. ഞാൻ അല്പം മുമ്പ് ചോദിച്ചതുപോലെ ഇപ്പോൾ പത്മനാഭനുമായി ഉണ്ടായിരുന്ന ആ ഊഷ്മളമായൊരു ബന്ധത്തെക്കുറിച്ച് കൂടെ ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഞാനതിൽ കാണുന്ന കണ്ണ് പലപ്പോഴും അങ്ങനെ ഒരു ടി പത്മനാഭനുണ്ട് എന്നുകൂടെ മുകുന്ദൻ പറഞ്ഞു കളഞ്ഞു എന്നതിലായിരിക്കും. ഈ ഒരു കൗതുകം ഒരുപക്ഷെ ഊഷ്മളമായ ബന്ധങ്ങളെ തകർക്കുന്ന രൂപത്തിൽ പുതിയ പത്രമാധ്യമങ്ങളുടെയൊക്കെ സംസ്കാരമൊക്കെ മാറിപ്പോകുന്നു എന്നൊരു വിഷമം ഇങ്ങനെ വിമർശിക്കുമ്പോൾ മുകുന്ദേട്ടനുണ്ടോ? ഈ പത്രമാധ്യമങ്ങളോട് അവരുടെ ഇത്തരം കുഴപ്പം പിടിച്ച പിന്തുടരലുകളോടൊക്കെ ഉള്ള ഒരു പ്രതിഷേധവും കലഹവും ഒക്കെ ഉള്ളിലുണ്ടോ? അത് നമ്മുടെ പൊതുവെ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇരുണ്ട വാർത്തകളാണ്, നെഗറ്റീവായിട്ടുള്ള. ഇപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വാർത്ത ഇന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചെങ്കിലും ഞാൻ പറയുന്നുണ്ടാകും, ഇപ്പോൾ ടി പത്മനാഭൻ മഹാനായ ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ, ടി പത്മനാഭൻ കഥയുടെ കുലപതിയാണെന്ന് പറഞ്ഞാൽ അത് വാർത്തയല്ല. നേരത്തെ മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഞാനുണ്ടാവും പറയുന്നു ടി പത്മനാഭനല്ല ടി വാസുദേവൻ നായരാണ് മഹാനായ സാഹിത്യകാരെന്ന് പറഞ്ഞാൽ അത് വാർത്തയാവും കേട്ടോ. അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ടുള്ളത് മാത്രം, നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വിവാദം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു അത് മാത്രം വാർത്തകളാണ്. അപ്പം അതിൻ്റെ ഇരകളാകുന്നുണ്ട് നമ്മളും. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ നിയമസഭ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ഞാൻ പറഞ്ഞത് വളരെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സർക്കാർ നല്ല കാര്യം ചെയ്താൽ ഞാൻ സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകും, പ്രതിപക്ഷം നല്ല കാര്യം ചെയ്താൽ പ്രതിപക്ഷത്തിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ ആ പ്രതിപക്ഷത്തിൻ്റെ കാര്യമൊന്നും പത്രത്തിൽ വന്നില്ല കേട്ടോ. ഞാൻ സർക്കാരിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പത്രത്തിലൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ പ്രതിപക്ഷത്തിൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞ വാർത്ത വന്നിട്ടില്ല. അപ്പം ഇതൊരുപക്ഷെ ഇന്നും ഇതിനെ സംഭവിക്കും കേട്ടോ. പക്ഷേ അത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങൾ നമ്മുടെ വായനക്കാർക്ക് നന്നായിട്ട് അറിയാം. മാധ്യമങ്ങൾ വായനക്കാർ കൂട്ടി വായിച്ചോളൂ കേട്ടോ. പിന്നെ ഈ മാധ്യമങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അത് വായനക്കാർ കണ്ടെത്തുകയും കൂട്ടിവെച്ച് വായിക്കുകയും ചെയ്യും. കാരണം വായനക്കാർക്ക് ഇപ്പം അതിനുള്ള വിവേകവും അറിവുമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ മാധ്യമങ്ങൾ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയായി മാറിയിരുന്ന മാധ്യമങ്ങൾ ഇതടുത്ത് അധികകാലം നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ വായനക്കാർ മലയാളികൾ അത്ര മണ്ടന്മാരല്ല കേട്ടോ. അവരങ്ങനെ മണ്ടന്മാരാക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കില്ല. ലോകത്ത് മുഴുവനും അസൂയപ്പെടുന്ന ഒരു നാട് സൃഷ്ടിച്ചവരാണ് മലയാളികൾ. നമ്മുടെ അറിവ്, നമ്മുടെ വിവേകം, നമ്മുടെ അർപ്പണ ബുദ്ധി, പ്രതിബദ്ധത, അതെല്ലാം ലോകം മുഴുവൻ അസൂയപ്പെടുന്നു അത് കണ്ടിട്ട്. അങ്ങനെയുള്ള മലയാളികളെ ചില മാധ്യമങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. നേരത്തെ അസാമാന്യമായ ധൈര്യത്തെക്കുറിച്ച് മുകുന്ദേട്ടൻ പറയുമ്പോൾ നമ്മൾ അല്പം മുമ്പ് ആന്ദ്രേ ഷീദിനെക്കുറിച്ച് പറഞ്ഞു. ഫ്രൂട്ട്സ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ആന്ദ്രേ ഷീദ് എഴുത്തുകാരൻ്റെ കണ്ണിനെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റാരും കാണാത്തത് കാണണം, മറ്റാരും നോക്കാത്ത ആംഗിളിൽ നോക്കണം, ആ കണ്ണാണ് ഒരു എഴുത്തുകാരന് വേണ്ടതെന്ന്. പിക്കാസോയുടെ ചിത്രം പാരീസിലെ ലൈബ്രറിയിൽ നോക്കി നിൽക്കുന്ന എം മുകുന്ദൻ്റെ കണ്ണിൽ ഞാൻ പിക്കാസോയെ എം മുകുന്ദൻ എഴുതിയത് വായിക്കുന്ന സമയത്ത്
പിക്കാസോയുടെ ചിത്രങ്ങൾ മാറി മാറി നോക്കിയതിന് ശേഷം എമ്മൂന്നൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിക്കാസോയ്ക്ക് സ്ത്രീകളിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നോ, അയാളൊരു വിഷയലമ്പടനായിരുന്നോ എന്ന് പിക്കാസോയുടെ പെയിൻറ്റിങ്ങുകൾ നോക്കി ചോദിക്കുന്നുണ്ട്. പിക്കാസോയുടെ പെണ്ണുങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ഒരു എഴുത്തുകാരി ആയിരുന്നു എന്ന് പിക്കാസോയ്ക്ക് അത്തരം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊരു മറുപടിയും എംബസി കാലം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം എമ്മൂന്നൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പിക്കാസോ അത് പകല് ചെയ്തു, പിക്കാസോ അത് ആളുകളുടെ മധ്യത്തിൽ ചെയ്തു. ഞങ്ങളുടെ എഴുത്തുകാർ, മലയാളികളുടെ എഴുത്തുകാർ രാത്രി തലയിൽ മുണ്ടിട്ടാണ് പൊതുവെ അത് ചെയ്യാറുള്ളത് എന്ന്. ഒരുപക്ഷേ മറ്റൊരു എഴുത്തുകാരനും അയാളുടെ ആത്മകഥയിൽ അങ്ങനെ ഒരു ഏട് തന്നെ കൂടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ തലയിൽ മുണ്ടിട്ടാണത് ചെയ്യാറുള്ളത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനിടയില്ല. അങ്ങനെയുള്ളൊരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടം ചുറ്റുമുണ്ടായിരുന്നു. ചുറ്റും ഡൽഹി ഉണ്ടായിരുന്നു, ചുറ്റും പാരീസ് ഉണ്ടായിരുന്നു. പ്രലോഭനങ്ങളുടെ ഒരു വലിയ ലോകം ചുറ്റുമുണ്ടായിട്ടും എങ്ങനെയാണ് ആ പ്രായത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്? അല്ല, എനിക്ക് പിന്നെ എൻ്റെ യൗവനകാലം എന്നുള്ളത് ഒരു തീപിടിച്ച ഒരു കാലമായിരുന്നു. അതൊരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയായിരുന്നത്. ഇതൊരു തൊഴിലില്ലായ്മ നമ്മുടെ ഇന്നത്തെ ഇവിടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന യുവാക്കൾക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലൊരു കാലമായിരുന്നു അത്. തൊഴിലില്ലാതെ നടക്കുന്നവരായിരുന്നു എല്ലായിടത്തും. അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യാഘാതങ്ങൾ, ഈ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന യുവാക്കൾ അവർ വീട്ടിൽ പിന്നെ അന്യവൽക്കരിക്കപ്പെടുന്നു. വീട്ടിലവർ അനാഥരായിരുന്നു. അച്ഛനമ്മമാരുടെ മുമ്പിൽ അച്ഛനമ്മമാരവരെ തിരിച്ചറിയാതെയാവുന്നു. പഠിച്ചിട്ടും ജോലിയില്ല. അപ്പം അത് മകൻ്റെ കുറ്റമാണെന്ന മട്ടിലാണ് അവർ പറയുക. അങ്ങനെ എത്രയോ പേര് യുവാക്കൾ ജോലിയില്ലാതെ നടക്കുന്നൊരു കാലം. പിന്നെ ആ കാലത്താണ് പിന്നെ എനിക്ക് ഒരു നല്ലൊരു ജോലി കിട്ടുന്നത് എംബസിയിൽ. അപ്പോൾ ആ ജോലിയും അപ്പം പലരും എന്നോട് പറഞ്ഞത്, എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്, പിന്നെ എംബസിയിലെ ജോലി എൻ്റെ സർഗാത്മകതയെ ഇല്ലാതെയാക്കുമെന്നാണ്, കൊന്നുകളയും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കാലത്ത് എനിക്കൊരുപാട് അന്ന് അസ്വസ്ഥതകളുണ്ട്. അസ്വസ്ഥതകൾ വെച്ചാൽ പിന്നെ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എനിക്ക് എന്നെക്കുറിച്ച് ആലോചിച്ച് അസ്വസ്ഥപ്പെടാൻ അത്രയൊന്നും അന്നും ഉണ്ടായിട്ടില്ല. കുറച്ചൊരു പിന്നെ രോഗാതുരമായ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. പിന്നീട് കുറേയധികം, പക്ഷെ ഞാൻ സങ്കടപ്പെട്ടതും അസ്വസ്ഥനായതും ഞാൻ ജീവിച്ച സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരുന്നു. അന്നത്തെ ആ സമൂഹം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൽഹിയിലെത്തുമ്പോഴേക്ക് അതും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഇപ്പം ഡൽഹിയിലെത്തുന്നതോടുകൂടി എൻ്റെ ചിന്ത കുറച്ചുകൂടി മനുഷ്യ കേന്ദ്രീകൃതമായി. നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി അത് വ്യക്തി കേന്ദ്രീകൃതമായി, അതായത് എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളെക്കുറിച്ചാണ് മലയാളികളെക്കുറിച്ചാണ് ഞാൻ ആശങ്കപ്പെട്ടത്. പക്ഷേ ഡൽഹിയിലെത്തിയപ്പോഴേക്ക് മലയാളികളെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെക്കുറിച്ചും ആശങ്കപ്പെടുന്ന ഒരു മനസ്സെനിക്കുണ്ടായി. പക്ഷെ ആ ഒരു മനസ്സ് പിന്നെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ചിന്തിക്കുന്ന ശരിയാണത്, നമുക്ക് ഒരർത്ഥത്തിൽ ശരിയാണത്. എന്നോട് പുനത്തൽ കുഞ്ഞതല്ല പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ എന്തിനാണ് ഇങ്ങനെ ഈ ലോകത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുന്നതെന്നല്ല, എനിക്ക് എംബസിയിൽ നിന്ന് കിട്ടുന്ന വൈന് കുടിച്ച് സുഖമായി നടന്നുകൂടെയെന്ന് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. നമ്മൾ ശിക്ഷിക്കപ്പെട്ടവണ്. എനിക്കൊന്നും ഞാൻ ശിക്ഷിക്കപ്പെട്ടവനായിരുന്നു. ഒരു കലാപകാരിയാകാൻ വേണ്ടിയിട്ടും മറ്റുള്ളൊരു അസ്വസ്ഥതകളെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു മറ്റുള്ളൊരു വഴിപിഴച്ച് പോകുമ്പോൾ പിന്നെ അതിനെ വിമർശിക്കാനും അത് ആരെന്ന് നോക്കാതെ വിമർശിക്കാൻ കേട്ടോ. അതിന് വി.എസ്. അച്യുതാനന്ദനായാലും പിണറായി വിജയനായാലും ആരായാലും പിന്നെ വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് പറയാനുള്ളൊരു മനസ്സ് ഉണ്ടാകുക, ഇതൊക്കെയാണ് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത്. അല്ലാതെ ഒരു പിന്നെ ആരെങ്കിലും പ്രണയിച്ച് സുഖമായി ജീവിച്ച് നല്ലൊരു ജോലിയുമായി ജീവിച്ച് ആ ഒരു ജീവിതത്തിന് അർത്ഥമില്ല. അങ്ങനെ ഒരു ജീവിതത്തിലേക്കാൾ നല്ലത് എനിക്കൊന്ന് ആത്മഹത്യയാണ് കേട്ടോ. ഒന്ന് നമുക്ക് പിന്നെ എഴുത്തുകാർക്ക് എഴുതണമെങ്കിൽ എഴുത്തുകാർ അസ്വസ്ഥരാകണം, അല്ലെങ്കിൽ എഴുതില്ല. ഏതെങ്കിലും സന്തോഷമുള്ള മനുഷ്യൻ ഒരു വലിയ രചന എഴുതി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒന്ന്, നമ്മളിപ്പോൾ പറയുന്നുണ്ട് വാൻ ഗോഗിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ. വാൻ ഗോഗ് എത്ര മനോഹരമായ ചിത്രങ്ങൾ വരച്ച അയാൾക്ക് അതിസുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ ഉണ്ടായിരുന്നു. അവർ
അവരൊരു പിന്നെ ആ ഒരു അതിസുന്ദര ഒരു ഭാര്യ, ഇവരെ അങ്ങേയറ്റം പിന്നെ സ്നേഹിക്കുന്നു വാൻഗോഗിനെ. എന്നിട്ടും വാൻഗോഗ് രാത്രി കാലങ്ങളിൽ അബദ്ധസഞ്ചാരം നടത്തുന്ന സ്ത്രീകളുടെ പുറകെ സഞ്ചരിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എഴുത്തുകാരിലൊരു പ്രവണതയുണ്ട് കേട്ടോ, പിന്നെ സ്വയം ഒരു സോർട്ട് ഓഫ് ആത്മപീഡനം നടത്തുക എന്നുള്ളത്. എഴുത്തുകാരന് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് എഴുത്തുകാരൻ്റെ സങ്കല്പങ്ങളിൽ എവിടെയും അതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് നല്ല രചനകൾ, ഇപ്പം യുദ്ധവും സമാധാനവും പോലുള്ള നോവലുകളോ അല്ലെങ്കിൽ വാൻഗോഗിൻ്റെ ചിത്രങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ലായിരുന്നു. ഇവരൊക്കെ അസ്വസ്ഥരാണ്, എല്ലാവരും കഷ്ടപ്പെട്ടവരാണ്. മാർസൽ പ്രൂസ്റ്റ് വളരെ സുന്ദരനായിരുന്നു, പിന്നെ പ്രഭു കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ അന്ന് അദ്ദേഹത്തിന് ക്ഷയം എന്നുള്ള മാറാരോഗം വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു. ചെക്കോവ്, ലോകം കണ്ടിൽ ഏറ്റവും നല്ല കഥാകൃത്ത്, ചെക്കോവും അതുപോലെ അക്കാലത്തെ മാറാരോഗമായ പിന്നെ ക്ഷയരോഗം വന്ന് രക്തം ഛർദ്ദിച്ച് പിന്നെ മരിച്ചു. അവസാന നിമിഷത്തിൽ ചെക്കോവിനെ കുറിച്ച് പറയുന്നത്, ചെക്കോവ് കിടക്കയിൽ കിടക്കുമ്പോൾ, പുറച്ച് കിടക്കുമ്പോൾ അവിടെ ഒരാളുണ്ടായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ശോഷിച്ചു പോയിരുന്നുണ്ട് രോഗം വന്നിട്ട്. അങ്ങനെ വലിയ എഴുത്തുകാർ, വലിയ കലാകാരന്മാരൊക്കെ നമ്മളിങ്ങനെ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അത് തന്നെയാണ് അവരെ എഴുത്തുകാരാക്കുന്നതും എന്നാണ് എൻ്റെ വിശ്വാസം. ആ പീഡനം അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ വലിയ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും കേട്ടോ, അവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആരാധിക്കുന്ന നേതാക്കളൊക്കെ അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പീഡനങ്ങൾ അനുഭവിക്കാത്ത എഴുത്തുകാർ, പീഡനങ്ങൾ അനുഭവിക്കാത്ത നേതാക്കൾ, ഇവർ രണ്ടുപേരും നമ്മുടെ സമൂഹത്തിൽ പാടില്ല. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ ഓഡിയൻസിലേക്ക് പോവാം. 55 കൊല്ലം മുമ്പാണ് തൃശ്ശൂർ കറണ്ട് ബുക്സ് ആദ്യമായി ഡൽഹി എന്ന് പറയുന്ന നോവൽ പുറത്തിറക്കുന്നത്. 55 കൊല്ലം മുമ്പ് അരവിന്ദൻ ഡൽഹിയിൽ ചെന്നിറങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. അരവിന്ദൻ ഡൽഹി കണ്ടു, കമ്മ്യൂണിസ്റ്റുകളും ഇമ്പീരിയലിസ്റ്റുകളും ഡൽഹി കണ്ടു എന്നൊക്കെ പറഞ്ഞ് പൂന്തേട്ടൻ ഡൽഹി അവതരിപ്പിക്കുന്നുണ്ട്. അന്നത്തെ ഡൽഹിയെക്കുറിച്ച് പറയുന്നത് നനഞ്ഞ മഴയത്ത് ഒരു പട്ടിയെപ്പോലെ ചുരുണ്ട് കിടക്കുന്ന നഗരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി അവതരിപ്പിക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം ഒരു പുതിയ ഡൽഹിയുണ്ട്. ആ ഡൽഹിയുമുണ്ട്. ആ ഡൽഹിയെക്കുറിച്ച് പറയുമ്പം തന്നെ അരവിന്ദൻ പാർത്ത സൗത്ത് ഇന്ത്യൻ ലോഡ്ജുണ്ട്, മുകുന്ദേട്ടൻ താമസിച്ച ലോധി റോഡിലുള്ള ആദ്യത്തെ താമസ സ്ഥലമുണ്ട്. മുകുന്ദേട്ടൻ തന്നെ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് OV വിജയനോട് അസൂയ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഇതിഹാസം എഴുതിയതിൻ്റെ അസൂയയല്ല, കുറച്ചുകൂടെ നല്ല വീട്ടിലാണ് അവൻ താമസിച്ചത് എന്ന അസൂയായിരുന്നു എന്ന് മുകുന്ദേട്ടൻ ഒരിക്കൽ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ മുകുന്ദേട്ടൻ സൃഷ്ടിച്ച അരവിന്ദനിൽ എം മുകുന്ദൻ്റെ സാദൃശ്യങ്ങൾ മലയാളി വായനക്കാരന് പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉള്ളിലെ ചിത്രകാരനെ ഡൽഹി കൊന്നുകളഞ്ഞു എന്ന് വിലപിക്കുന്ന അരവിന്ദനുമുണ്ട്. പക്ഷേ എം മുകുന്ദൻ്റെ ഉള്ളിലെ എഴുത്തുകാരനെ ഡൽഹി കൊന്നിട്ടില്ല. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് 55 വർഷങ്ങൾക്കിപ്പുറം എം മുകുന്ദൻ എംബസിക്കാലത്തിൽ ഡൽഹിയുടെ ഓർമ്മകൾ എഴുതുമ്പോൾ എം മുകുന്ദൻ പറയുന്നുണ്ട്. നേരത്തെ ആനന്ദിനെ പരാമർശിച്ചു മുകുന്ദേട്ടൻ. ആനന്ദ് മരുഭൂമികൾ ഉണ്ടാവുന്നതിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എനിക്ക് മരുഭൂമി വിട്ടു പോരാൻ കഴിഞ്ഞിട്ടില്ല, ഞാനിപ്പോഴും മരുഭൂമിയിലാണ് എന്ന്. അതുപോലെ എനിക്ക് ഡൽഹി വിട്ടു പോരാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോഴും എപ്പോഴും ഇനി ഞാനില്ലാത്ത കാലത്തും ഞാൻ ഡൽഹിയിലായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം എം മുകുന്ദൻ പറയുന്നുണ്ട്, അക്കാലം ഞാൻ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഡൽഹിയിൽ തിരികെ എത്തുകയാണെങ്കിൽ എഴുത്തുകാരനായിട്ടോ എംബസി ഉദ്യോഗസ്ഥനായിട്ടോ മനുഷ്യനായിട്ട് പോലുമോ അല്ല ഞാൻ ഡൽഹിയിലെത്തുക, ഞാനൊരു പശുവായിട്ടായിരിക്കും ഡൽഹിയിലെത്തുക എന്ന്. പഴയ ഡൽഹിയുണ്ട്, എഴുത്തുകാരുടെ മഹാനഗരമുണ്ട്, പശുക്കളുടെ ഡൽഹിയുമുണ്ട്. എങ്ങനെ കമ്പയർ ചെയ്യുന്നു 55 വർഷങ്ങൾക്കിപ്പുറത്ത്? അല്ല, പശു, അത് ഞാൻ പറഞ്ഞത് ഡൽഹിയിൽ ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം ഒരു പശുവായി ജനിക്കുക എന്നുള്ളതാണ്. പശുക്കൾ അവിടെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നുന്നു കേട്ടോ. ഇത്ര വലിയ ട്രാഫിക് ജാമിലൊക്കെ പശുക്കൾ നടന്ന് പോകുന്നുണ്ടാകും. അപ്പോഴും വാഹനങ്ങൾ നിർത്തിക്കൊള്ളണം അവിടെ. നിർത്തിയിട്ടില്ലെങ്കിൽ കലാപമായിരിക്കും. മനുഷ്യരെ കൊല്ലാൻ, പശുവിനെ കൊല്ലാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആദ്യം പിന്നെ പറഞ്ഞത് ഡൽഹി നഗരത്തെ ഞാൻ എൻ്റെ സങ്കല്പങ്ങളിൽ കണ്ടത് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പിന്നെ ഒരു മൃഗമായിട്ട്. പിന്നെ പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. ഇന്ന് ഞാൻ ഡൽഹിയെ കാണും. ഇന്നാണെങ്കിൽ അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന മൃഗങ്ങളല്ല, പശുക്കൾ ആഘോഷിക്കുന്ന ഒരു നഗരമായിട്ടാണ് ഞാനിപ്പോൾ ഡൽഹിയെ കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരം തുടങ്ങിയത് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നാണല്ലോ. നീതി നിഷേധിക്കപ്പെട്ടവരുടെ നാട്
കാട്ടിൽ നിന്നുണ്ടായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം. അപ്പോൾ ആ കാലത്തുണ്ടല്ലോ, ആ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നും നീതി നിഷേധിക്കപ്പെടുന്നു. അതേപോലെ തന്നെ മഹാഭാരതം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ പശുക്കളാണ് കേട്ടോ. എത്ര പശുക്കളാണെന്ന് അറിയോ? യുദ്ധം ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ പശുക്കളുള്ളവർക്കാണ്. യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ദാനം നൽകുന്നത് ബ്രാഹ്മണന്മാർക്ക്. ഇപ്പം മഹാഭാരത യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പിന്നെ 1000 ബ്രാഹ്മണർക്കാണ് പശുക്കളെ നൽകിയത്. അപ്പം ആ പഴയ ഇന്ദ്രപ്രസ്ഥം മുഴുവൻ പശുമയമാണ് കേട്ടോ. എവിടെ നോക്കിയാലും പശുക്കളാണ്. അപ്പം അങ്ങനെയുള്ള പശുക്കളുടേതായിട്ടുള്ള ഒരു ഇന്ത്യ രൂപപ്പെട്ടു വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാട്ടിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള, കാട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഇന്ദ്രപ്രസ്ഥമാണോ നമുക്ക് വേണ്ടത്? അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി പോലുള്ള ശാസ്ത്രം സൃഷ്ടിക്കുന്ന പിന്നെ ഒരു പുതിയ പിന്നെ ഇന്ത്യയാണോ, രാജ്യമാണോ നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെയുള്ള വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, വേണമെങ്കിൽ ഓവർ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന യുദ്ധം പശുവും നിർമ്മിത ബുദ്ധിയും തമ്മിലാണ്. നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും? അതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ഭാവി. ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ നിർത്തുന്നത്. ഞാനും മുകുന്ദേട്ടനും തമ്മിൽ ഒടുവിൽ സംസാരിച്ചത് കണ്ണൂരിലുള്ള ഒരു എം മുകുന്ദൻ ഫെസ്റ്റിലായിരുന്നു. 1 മണിക്കൂർ പ്ലാൻ ചെയ്ത സെഷൻ അന്ന് 2.25 മണിക്കൂറാണ് ഞങ്ങളിരുന്ന് സംസാരിച്ചത്. എം മുകുന്ദനോട് സംസാരിച്ചിരിക്കുന്ന അത്രയും ആനന്ദമുള്ള ഒന്ന് ജീവിതത്തിൽ ഇല്ല എന്നുകൂടെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, നിങ്ങളിലേക്ക് മൈക്ക് കൈമാറുകയാണ്. 3 കാര്യങ്ങളാണുള്ളത്. 1 ഒരു തോന്നലാണ്, 2 ഒരു നിവേദനമാണ്, 3 ഒരു ചോദ്യമാണ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 1 ലിജീഷ് മാഷ് പറഞ്ഞു തുടങ്ങിയപ്പോൾ മയ്യഴിയെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഡൽഹിയെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അമ്മയെയും ഭാര്യയുമാണ് അപ്പോൾ മനസ്സിൽ കണ്ടത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫ്രാൻസിലേക്ക് പോയപ്പോൾ അവിടെ ആരെ പ്രതിഷ്ഠിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. 3-മതൊരാളെ കണ്ടുപിടിക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ വന്നു. 2-മത്തത് ജപ്പാനിലെ ഒരു ദ്വീപുണ്ടല്ലോ, ധാരാളം ആയുസ് കൂടുതലുള്ള ആൾക്കാരുള്ള സ്ഥലം. അപ്പോൾ അവർക്ക് അടുത്ത ദിവസം ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് എപ്പോഴും ഉണ്ട്. അതുപോലെ എംബസി കാലം വായിക്കുന്ന സമയത്ത് ഞായറാഴ്ചയാവാൻ കാത്തിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ. എല്ലാ ദിവസവും ഞായറാഴ്ച ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിന് ശേഷം ഒരു തലേണ വെച്ച് കട്ടിലിൻ്റെ സൈഡിലിരിക്കുക, മുകുന്ദേട്ടൻ്റെ എംബസി കാലം വായിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പോൾ നിന്നുപോയപ്പോൾ ഉണ്ടായ വ്യഥ പറഞ്ഞറിയിക്കാനാവില്ല. ഇനിയും എഴുതാൻ ധാരാളം ബാക്കിയുണ്ടെന്ന് അറിയാം. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിയും അതുപോലെ കുറിച്ചു വെക്കണം. ഞങ്ങൾ വീണ്ടും കാത്തിരിക്കുന്നു. ഇനി 3-മത്തതൊരു ചോദ്യമാണ്. അതായത് ഇപ്പം മുകുന്ദേട്ടന് ഒരു സ്ഥിര ജോലി ഉണ്ടായിരുന്നു. സ്ഥിര ജോലി ഇല്ലാതിരുന്ന മുകുന്ദേട്ടനായിരുന്നുവെങ്കിൽ കുറെ കൂടി നല്ല സാഹിത്യകാരനാകുമായിരുന്നോ അതോ കുറെ കൂടി മോശമായ സാഹിത്യകാരനാകുമായിരുന്നോ എന്നാണ് വിചാരിക്കുന്നത്. അതായത് നമുക്ക് ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ദസ്തേവിസ്കിയൊക്കെ നോക്കുകയാണെങ്കിൽ അവരെ ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് വലിയ ആൾക്കാരായതാണ്. അപ്പോൾ അലഞ്ഞു തിരിയാതിരുന്നത് കൊണ്ട് നഷ്ടങ്ങളുണ്ടായോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് എഴുത്തുകാർക്ക് പിന്നെ ഒരുപാട് സഞ്ചാരങ്ങൾ ആവശ്യമാണ്. നമ്മൾ യാത്രകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കണം. എഴുത്തുകാരൻ അലഞ്ഞു നടക്കണം. ചിലപ്പോൾ എഴുത്തുകാരൻ അരാജകവാദിയുമായേക്കാം. ഇതൊക്കെയാണെങ്കിലും എഴുതണമെങ്കിൽ ജീവിതത്തിൽ അച്ചടക്കം വേണം കേട്ടോ. അതാണ് ഏറ്റവും വലിയ അരാജകവാദി പോലും അത് എഴുതിയതോ വരച്ചതോ അല്ലെങ്കിൽ സംഗീതം കോമ്പോസ് ചെയ്തോ അച്ചടക്കത്തിൽ കൂടി മാത്രമാണ്. അപ്പോൾ അച്ചടക്കമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് അച്ചടക്കം നൽകിയത് എൻ്റെ ജോലിയാണ് കേട്ടോ. അവിടെ അലഞ്ഞ് എനിക്കവിടെ ജോലി കിട്ടിയ ശേഷം എനിക്ക് എൻ്റെ തലമുടിയൊക്കെ വെട്ടേണ്ടിയിരുന്നു. അല്ലെങ്കിൽ എന്നെ ഹിപ്പി പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിച്ചിരുന്നു. അപ്പം അവിടെ ജോലി കിട്ടിയ ശേഷം തലമുടി വെട്ടേണ്ടി വന്നു, ഷൂസ് ധരിക്കേണ്ടി വന്നു. ഷൂസ് ധരിച്ചാൽ മാത്രം പോരാ, അത് പോളിഷ് ചെയ്യേണ്ടി വന്നു, പിന്നെ കോട്ട് ഇടേണ്ടി വന്നു, ടൈ കെട്ടേണ്ടി വന്നു. അതൊക്കെ ഇരിക്കട്ടെ. അപ്പം അല്പം ഒരു അച്ചടക്കം ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ അച്ചടക്കത്തിൻ്റെ അഭാവത്തിൽ നശിച്ചുപോയ വലിയ പ്രതിഭകളെ നമുക്ക് കാണാം. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പം ഈ അച്ചടക്കം പിന്നെ അത് ആവശ്യമാണ്. അപ്പം ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകണമെന്നില്ല, പക്ഷെ എഴുത്തിൽ അച്ചടക്കം ഉണ്ടാകണം.
ജീവിതത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തുള്ളൂ. അത് സാഹിത്യത്തിൻ്റെ പ്രശ്നമല്ല. എഴുത്തിനൊരു ദൈവമുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എഴുത്തിൻ്റെ ദൈവത്തിനെ നിങ്ങൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതൊന്നും എഴുത്തിൻ്റെ ദൈവത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ എഴുത്തിൻ്റെ ദൈവം ആവശ്യപ്പെടുന്ന ഒന്ന് നിങ്ങളിൽ അച്ചടക്കം ഉണ്ടാകണമെന്നുള്ളതാണ്. നിങ്ങൾ എഴുതുന്നത് വീണ്ടും വീണ്ടും നിങ്ങൾ എഴുതുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ പിന്നെ പകർത്തി എഴുതുക, തിരുത്തി എഴുതുക. അങ്ങനെ നിങ്ങൾ ഒരു എഴുതുന്ന ഒരു പാഠവും ഒരു ടെക്സ്റ്റും അവസാനത്തേതല്ല. അതിനെ പിന്നെയും കൂടുതൽ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തി എഡിറ്റ് ചെയ്യുക. ഇതിന് അച്ചടക്കം വേണം. അപ്പോൾ MT വാസുദേവൻ നായർ പറഞ്ഞ എൻ്റെ ഗുരു അദ്ദേഹമാണ്. എഴുത്തിൽ അച്ചടക്കം. MT എങ്ങനെ ജീവിച്ചു എന്നൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ ആ എഴുത്തിലുള്ള അച്ചടക്കം, ഏതൊരു കൃതി എടുത്ത് നോക്കും, ഒരു വാക്ക് അതിൽ അധികപ്പറ്റായിട്ട് നമ്മൾ കാണില്ല, ഒരു വാക്ക് നമുക്ക് മാറ്റിക്കളയാൻ കഴിയില്ല. അത് അച്ചടക്കത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒന്നാണത്. അച്ചടക്കമോ അതിന് സ്വന്തം കലയോടുള്ള പ്രതിബദ്ധതയിൽ നിന്നുണ്ടായിട്ടുള്ള ഒന്നാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എഴുത്തുകാരൻ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചുകൊള്ളട്ടെ, അത് നമ്മുടെ പ്രശ്നമല്ല. പക്ഷെ എഴുതുമ്പോൾ അച്ചടക്കം ഉണ്ടാകണമെങ്കിൽ മാത്രമേ നല്ല രചനകൾ പിന്നെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അച്ചടക്കം കൊണ്ടുവരുവാൻ സാധിച്ചത് ഈ എംബസിയുടെ ജോലി കാരണമാണ്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് എംബസി കാലത്തിൽ ഞാൻ പറയുന്നുണ്ട്, എന്നെ ജോലിയിൽ നിന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി കുറേ പേര് ശ്രമിച്ചിരുന്നു, കുറേ സുഹൃത്തുക്കൾ. കാരണം എന്നിട്ട് ഞാനിങ്ങനെ അലഞ്ഞ് നടക്കണം ഡൽഹിയിൽ കൂടെ കേട്ടോ. പിന്നെ ആ കാലത്ത് അലഞ്ഞ് നടക്കുന്നത് ഒരു വലിയൊരു അവർക്ക് കുറേ ആരാധകരുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജോൺ അബ്രഹാമിൻ്റെ കൂടെ പോലെയുള്ളവർ, അല്ല അയ്യപ്പനെ പോലുള്ളവരോട്, അവരൊന്നും ജോൺ അബ്രഹാമിനെ മനസ്സിലാക്കാത്തവരായിരുന്നു. ജോൺ അബ്രഹാമിൻ്റെ ആരാധകർ ജോൺ അബ്രഹാമിനെ മനസ്സിലാക്കാത്തവരായിരുന്നു. അയ്യപ്പനെ കൂടെ നടന്നവർ അയ്യപ്പൻ്റെ കവിതകൾ മനസ്സിലാക്കാത്തവരായിരുന്നു. അപ്പം അപ്പോൾ അവരുടെ കൂടെ നടക്കുക, അവർക്ക് മദ്യം വാങ്ങിക്കൊടുക്കുക, അങ്ങനെ ആ ഒരു ലോകം, ആ ലോകത്തിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എഴുത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്, പിന്നെ പണ്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച പരമേശ്വരൻ മാസ്റ്റർ. അതുകൊണ്ട് ആ വടി കൊണ്ട് എഴുത്തിൻ്റെ ദൈവം എന്നെ തല്ലുമായിരുന്നു ഞാൻ വഴിതെറ്റുമ്പോൾ. നന്ദി ആ ദൈവത്തിന്. ഹലോ, ലോകത്ത് ഇന്ന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യങ്ങളിൽ ഫ്രാൻസ് മുൻപന്തിയിലുണ്ട്. ആയുധങ്ങളും ആയുധപ്പന്തയും നടത്തുന്ന പ്രശ്നങ്ങൾ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ മുകുന്ദൻ സാറ് ഇപ്പോൾ ഇത്രയും എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ ഹിതമാണ് അവിടുത്തെ ഭരണകൂടങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്നേക്കുന്നത്. അപ്പോൾ മുകുന്ദൻ സാർ ഇത്രയും വാഴ്ത്തിപ്പാടാൻ മാത്രം ഫ്രഞ്ച് ജനത മികച്ചവരാണോ, മാനവികതയുള്ളവരാണോ, ഗുണകാംക്ഷയുള്ളവരാണോ എന്നാണ് എൻ്റെ ചോദ്യം. ആയുധ കച്ചവടത്തെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്? അത് കേട്ടോ, ആദ്യം നിങ്ങൾ അവിടുത്തെ രാഷ്ട്രീയക്കാരോട് ആലോചിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ അംബാസഡർ ഇവിടെയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കണം. പിന്നെ അത് ഞാനല്ലല്ലോ ആയുധ കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ ആയുധ കച്ചവടം നടത്തുന്ന ഒരു രാജ്യത്തെമായിട്ട് നമുക്ക് ഒരു വിധത്തിലും സൗഹൃദം പാലിക്കാൻ കഴിയില്ലെങ്കിൽ ഏത് രാജ്യമായിട്ടാണ് നമുക്ക് സൗഹൃദം പാലിക്കാൻ സാധിക്കുക? അമേരിക്ക ആയുധ കച്ചവടം നടത്തുന്നില്ല, റഷ്യ നടത്തുന്നില്ലേ, പിന്നെ ഏത് രാജ്യങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്? ഇന്ത്യ നടത്തുന്നില്ലേ? ഇന്ത്യ നിങ്ങൾക്കറിയാം എത്രമാത്രം ആയുധങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതും നമ്മുടെ പ്രശ്നം. ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവരണ്ട. നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്ക് പരിഹരിക്കാൻ സമയമില്ല, പിന്നെ എങ്ങനെ ഇല്ലാത്ത പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. നമസ്കാരം സാർ. മയ്യഴി വായിച്ചിട്ട് ഞാൻ വെള്ളിയാങ്കൽ അന്വേഷിച്ച് മാഹിയിലോട്ട് പോയിട്ടുണ്ട്. മയ്യഴിയിലേക്ക് അവിടെ പോയ സമയത്ത് സ്കൂൾ വിടുന്ന സമയമായിരുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കേണ്ടത് ഈ വെള്ളിയാങ്കൽ സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്കൊന്നും അറിയുന്നില്ല. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് ഈ മയ്യഴി പുസ്തകത്തിൽ, അപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് ഫുൾ മയ്യഴിയുടെ കഥയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് മയ്യഴി എന്താണെന്നും കൂടി അറിയുന്നില്ല. മാഹിയിൽ നിന്നോട്ട് അവിടുത്തെ കുട്ടികൾക്ക് മയ്യഴി എന്താണെന്ന് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ മയ്യഴി മാഹിയിലേക്ക് മാറുന്നൊരു ഇതിനെ സാറെങ്ങനെയാണ് കാണുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു അവിടെ അവിടുത്തെ എല്ലാ വാളുകളിലും ഉണ്ട് ഈ മയ്യഴിയുടെ കഥയും എല്ലാം. പക്ഷെ ഒരു പുതിയ തലമുറ ഇതൊന്നും അറിയാതെ വളർന്ന് ഞാൻ ഇത് വായിച്ച അടുത്ത ദിവസം തന്നെ വെള്ളിയാങ്കലിൽ കാണണമെന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ഇവിടെ എത്തുമ്പോൾ അത് അറിയാത്തൊരു വലിയൊരു ജനറേഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ചോദ്യം ഇതിന് മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ അപ്പം മയ്യഴി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലെ
ഓരോ ഗ്രാമങ്ങളിലും ഓരോ പട്ടണങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിന് മയ്യഴിയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല, കേരളം മുഴുവൻ മാറുകയാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം മയ്യഴി എന്നുള്ള പഴയ മയ്യഴിയെ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല, അതിനെ പുനഃസൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, അതവിടെ ഉണ്ട്. പിന്നെ ഒരു പുതിയ മയ്യഴിയെ നമുക്ക് സൃഷ്ടിക്കണം. പിന്നെ നമ്മൾ പലരും കരുതുന്നത് പോലെ മയ്യഴിക്കാർ മുഴുവനും ഇങ്ങനെ വെള്ളമടിച്ച് നടക്കുന്ന ആളുകളല്ല കേട്ടോ. മയ്യഴിയിൽ നല്ലോണം വായിക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒരു ദുഷ്പേര് ഉണ്ട്. അത് എൻ്റെയും മയ്യഴിയുടെ ഒരു ശാപമാണ് കേട്ടോ. ഞാൻ വലിയൊരു മദ്യപാനിയാണെന്നും ഒരു തലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും പറയുന്നത് പോലെ തന്നെ അതുപോലെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് മയ്യഴിക്കാർ മുഴുവൻ മദ്യം കഴിക്കുന്നതെന്നും പിന്നെ നാടിനെ മുഴുവൻ മയ്യഴിക്കാർ വഴിതെറ്റിക്കുന്നു എന്നും ഉള്ളത്. ഏതായാലും മയ്യഴി ഒരു മയ്യഴി അവിടെയുണ്ട്, നല്ലൊരു മയ്യഴി. ഞാൻ ഇനി പുതിയൊരു മയ്യഴി പുനഃസൃഷ്ടിക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യണം. അത് എൻ്റെ ജോലിയല്ല, എനിക്ക് പ്രായമായി, ഇനി എനിക്ക് സാധിക്കില്ലത്. അത് പുതിയ തലമുറയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു, അവർ തീരുമാനിക്കട്ടെ എങ്ങനെയുള്ളൊരു മയ്യഴിയാണ് അവർ സൃഷ്ടിക്കേണ്ടതെന്ന്. മയ്യഴിയിൽ കുറേ എഴുത്തുകാരുണ്ട്, പുതുതായിട്ട് വരുന്ന നന്നായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. എനിക്കാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രായമാകുന്ന ഒരുപാട് എഴുതാൻ ഇനിയുണ്ട്. ഇപ്പം എംബസി കാലത്തിൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാതെ പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ട് പറഞ്ഞാൽ. അത് എനിക്കൊന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ പകുതി പോലും അതിൽ വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പം പുതിയ മയ്യഴിയെക്കുറിച്ച് എഴുതുവാനുള്ള ഉത്തരവാദിത്വം മയ്യഴിയിലെ പുതിയ എഴുത്തുകാർക്ക് ഞാൻ പിന്നെ അവർക്കുള്ളതായിട്ട് പിന്നെ ഞാൻ സങ്കല്പിക്കുന്നു, അവരെഴുതട്ടെ. മുന്തേട്ടന് പ്രായമായി എന്നൊക്കെ പറയുമ്പോൾ ബെന്യാമിൻ്റെ ഒരു തമാശയുണ്ട്. മറവിയൊക്കെ തുടങ്ങിയെന്ന് എമ്പൂന്തം പറയും, പക്ഷേ അംബാസിഡറുടെ ഭാര്യയുടെ പുള്ളിപ്പാവാടയുടെ കളറ് പോലും എമ്പൂന്തന് കൃത്യമായി ഓർമ്മയുണ്ട് എന്ന് ബെന്യാമിൻ ഒരിക്കലൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഫ്രഞ്ച് അംബാസിഡറെക്കുറിച്ച് ഒരു മറുപടിയിൽ മൂന്തേട്ടൻ പറയുമ്പോൾ പണ്ട് ബ്ലൂംസ്ബറി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ ഷോർഷ് ക്ലൊമാങ്സോക്ക് എന്ന് പറയുന്നൊരു ഫ്രഞ്ച് അംബാസിഡറെക്കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. അയാൾ 80-ാമത്തെ വയസ്സിൽ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ റോഡിനരികിൽ ഒരു സുന്ദരിയായ യുവതിയെ കണ്ട് അടുത്ത ആളുകൾ നിൽക്കുന്നുണ്ട് എന്നറിയാതെ ഉച്ചത്തിൽ ഹോ എനിക്ക് വീണ്ടും 70 എന്ന് ഉച്ചത്തിൽ പറഞ്ഞു എന്ന്. 80-ാമത്തെ വയസ്സിൽ ജനിക്കുകയും ക്രമേണ 18 പോവുകയും ചെയ്താൽ ജീവിതം കുറേ കൂടെ രസമുള്ളതായിരിക്കുമെന്ന് മാർക്ക് ട്വെയിൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ എമ്മുകുന്ദനെ കാണുമ്പോൾ മാർക്ക് ട്വെയിൻ എഴുതിയതാണ് ഓർമ്മ വരിക. മൂന്തേട്ടന് പ്രായമൊന്നും ആയിട്ടില്ല, 80-ാമത്തെ വയസ്സിൽ ജനിക്കുകയും ക്രമേണ 18 പോവുകയും ചെയ്യലാണ് എമ്മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ നമ്മളുടെ മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എംബസിക്കാലം എന്ന് പറയുന്ന പുസ്തകം സത്യത്തിൽ അതിൻ്റെ ആധാരശില കൂടിയാണ്. ഒരുപാട് എംബസി കാലങ്ങൾ, അതിൻ്റെ തുടർച്ചകളൊക്കെ എമ്പുകുന്ദനിൽ നിന്ന് ഇനിയും മലയാളിയിലേക്ക് വരാനുണ്ട്. പണ്ട് ബാലാമണി അമ്മയ്ക്ക് എന്ന് പറഞ്ഞൊരു കവിത വിജയലക്ഷ്മി എഴുതി അവസാനിപ്പിക്കുന്നത് എത്തിത്തൊടയണമെന്നുണ്ടെനി കമ്പനിൻ നിത്യവിശുദ്ധി വഴിഞ്ഞ കാൽപ്പാടുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മയ്യഴി വായിക്കുമ്പോൾ, ആദിത്യനും രാധയും വായിക്കുമ്പോൾ, ഹരിദ്വാർ വായിക്കുമ്പോൾ, ഡൽഹി വായിക്കുമ്പോൾ, അങ്ങനെ പലതും വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ അന്നൊരിക്കലും കാണാത്ത എമ്മുകുന്ദനെ എൻ്റെ മനസ്സിൽ കാണുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ വരികളാണ്. എത്തിത്തൊടയണമെന്നുണ്ട് എനിക്ക് നിൻ വിശുദ്ധി വഴിഞ്ഞൊഴുകുന്ന കാൽപ്പാടുകൾ എന്ന്. മലയാളി വായനക്കാരെ മുഴുവൻ സാക്ഷി നിർത്തി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 8ാമത് പതിപ്പ് എമ്മുകുന്ദനോട് അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഇന്നോളം ഞങ്ങൾക്ക് തന്നതത്രയും മഹത്തായതായിരുന്നു. അതിൻ്റെ തുടർച്ചകളെക്കാലവും മലയാള സാഹിത്യം കൊണ്ടാടുക തന്നെ ചെയ്യും. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അങ്ങയുടെ കാൽപ്പാടുകൾ തൊട്ടുവന്ദിക്കുന്നു. താങ്ക് യു.